നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും മമതാ ബാനർജിയുടെ കഷ്ടകാലം ഒഴിയുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് തോൽവി എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വീണ്ടും നീണ്ടുപോവുകയാണ്. സ്വന്തം കൈപ്പിടിയിൽ ആക്കിയ ഒരു പ്രസ്ഥാനം, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സുപ്രീമോ ആയി ദശാബ്ദങ്ങളോളം ഇരിക്കുക, അതിനുശേഷം പാർട്ടി പ്രവർത്തകർ തന്നെ വകവയ്ക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക, ഇതാണ് ഇപ്പോൾ മമതാ ബാനർജി നേരിടുന്നത്. വലിയ പരാജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് നേരിട്ടത്. കഴിഞ്ഞ 15 വർഷം ബംഗാളിനെ അടക്കി ഭരിച്ചിരുന്ന മമതാ ബാനർജിക്ക് അധികാരം വിട്ടൊഴിയേണ്ടി വന്നു. 200-ലധികം സീറ്റുകൾ കൈവശമുണ്ടായിരുന്ന മമതാ ബാനർജിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 80 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. BJP അവിടെ ഒരു വലിയ വിജയം നേടുന്നു. കഴിഞ്ഞ ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലം ഉണ്ടായിരുന്ന അധികാര കസേര BJPക്ക് വച്ചുമാറേണ്ടി വന്നു. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും അധികാരം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ഒരു പ്രത്യാശ പോലും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും നഷ്ടമാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മമതാ ബാനർജിക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയൊരു തിരിച്ചടി നേരിടുന്നത്. ഈ തിരിച്ചടിയുടെ തുടക്കം മമതാ ബാനർജി നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ പുറം ലോകം അറിഞ്ഞത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മമതാ ബാനർജി വിളിച്ചു ചേർത്ത പുതിയ MLA-മാരുടെ യോഗത്തിലായിരുന്നു. അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയും മമതാ ബാനർജിയുടെ മരുമകനുമായ അഭിഷേക് ബാനർജി ബംഗാളിലെ സോണാർപൂറിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. BJP പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായ പാർട്ടി പ്രവർത്തകരെ കാണാൻ എന്ന് പറഞ്ഞാണ് അഭിഷേക് ബാനർജി സോണാർപൂരിലെത്തിയത്. അവിടെ എത്തിയ ഉടനെ ജനക്കൂട്ടം ബാനർജിയെ വളഞ്ഞു. കല്ലേറും മുട്ടയേറും എല്ലാം ഉണ്ടായി. ഒരു ക്രിക്കറ്റ് ഹെൽമെറ്റ് എവിടെ നിന്നോ സംഘടിപ്പിച്ച് അത് തലയിൽ വെച്ച് രക്ഷപ്പെടുകയാണ് അന്ന് അഭിഷേക് ബാനർജി ചെയ്തത്. തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് എന്ന് പറയുന്നുണ്ട്. അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ MP ആണ്, ലോക്സഭാംഗമാണ്. അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിക്കാനും അല്ലെങ്കിൽ പ്രത്യക്ഷമായ സമരപരിപാടികൾക്ക് രൂപം കൊടുക്കാനുമൊക്കെയാണ് മമതാ ബാനർജി MLA-മാരുടെ യോഗം വിളിച്ചുകൂട്ടിയത്. ഈ MLA-മാരുടെ യോഗത്തിൽ 80 MLA-മാരിൽ പങ്കെടുത്തത് വെറും 20 MLA മാത്രമായിരുന്നു. ഇത് മമതാ ബാനർജിയെ വലിയ രീതിയിൽ ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മമതാ ബാനർജി കഴിഞ്ഞ കുറേ നാളുകളായി സ്വന്തം മരുമകനായ അഭിഷേക് ബാനർജിയോട് വലിയ വാത്സല്യം കാട്ടുന്നുണ്ട്. പാർട്ടിയുടെയും സർക്കാരിൻ്റെയും സ്ഥാനമാനങ്ങളെല്ലാം അഭിഷേക് ബാനർജിക്ക് നൽകി. താൻ കഴിഞ്ഞാൽ രണ്ടാമനാണ് അഭിഷേക് ബാനർജി എന്ന രീതിയിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു. മാത്രമല്ല പാർട്ടിയിലെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെല്ലാം അഭിഷേക് ബാനർജിക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. സുവേന്ദു അധികാരിയെ പോലെയുള്ള തലയെടുപ്പുള്ള നേതാക്കൾ പാർട്ടി വിട്ടുപോകാൻ കാരണം അതാണ്. എന്നാൽ എന്നിട്ടും അഭിഷേക് ബാനർജിയെ ഇങ്ങനെ തലപ്പത്ത് വയ്ക്കുന്ന മമതാ ബാനർജിയുടെ രീതി മാറിയില്ല. കൊണ്ടിട്ടും മമതാ ബാനർജി പഠിച്ചില്ല. അതാണ് അധികാര കസേര നഷ്ടപ്പെടാൻ ഇടയാക്കിയത് എന്നിപ്പോൾ മമതാ ബാനർജി തിരിച്ചറിയുന്നുണ്ട്. 80 MLA-മാരുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ പങ്കെടുത്തത് 19 MLA-മാർ മാത്രമായിരുന്നു. 61 MLA-മാർ വിട്ടുനിന്നതോടുകൂടി വലിയ വാർത്തയായി. മമതാ ബാനർജിക്ക് അപ്പോൾ തന്നെ അപകടം മണക്കുന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ പുതിയ വിവാദങ്ങൾ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. പ്രതിപക്ഷ നേതാവായി ആരെ പ്രതിഷ്ഠിക്കണം? പ്രതിപക്ഷ നേതാവായി നിയമിച്ചത് അഭിഷേക് ബാനർജിയുടെ അടുപ്പക്കാരനായിരുന്ന നേതാവിനെയായിരുന്നു. അഭിഷേക് ബാനർജി തന്നെ തീരുമാനമെടുക്കുന്നു, അഭിഷേക് ബാനർജി തന്നെ നടപ്പിലാക്കുന്നു. ഇന്നയാളെ പ്രതിപക്ഷ നേതാവായി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് അല്ലെങ്കിൽ സ്പീക്കർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി കത്ത് നൽകേണ്ടതുണ്ട്. അതിൽ MLA-മാരെല്ലാം ഒപ്പുവെച്ചിരിക്കണം. അങ്ങനെ നൽകിയ കത്തിൽ പല MLA-മാരുടെയും ഒപ്പ് അഭിഷേക് ബാനർജി തന്നെ ഇട്ടതാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ വലിയ അഭിപ്രായ ഐക്യമൊന്നുമില്ലാതെയാണ് പുതിയ പ്രതിപക്ഷ നേതാവിനെ അഭിഷേക് ബാനർജി തിരഞ്ഞെടുത്തത്. ഇത് വലിയ കോളിളക്കം പാർട്ടിയിലുണ്ടാക്കി. പാർട്ടി രണ്ടായി പിളർന്നു എന്ന് തന്നെ ഇപ്പോൾ കരുതാം. അതായത് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് സ്പീക്കർക്ക് നൽകിയ കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നു, ഞങ്ങളുടെ ഒപ്പുമുണ്ട്, ആ ഒപ്പ് എന്നാൽ ഞങ്ങൾ ഇട്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 MLA-മാർ പരസ്യമായി രംഗത്ത് വന്നു. ഇത് സുവേന്ദു അധികാരിയുടെ കയ്യിൽ പരാതിയായി ലഭിക്കുന്നു. സുവേന്ദു അധികാരി പിന്നീട് ഒരു പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ച് ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടുകൂടി പാർട്ടി പ്രതിസന്ധിയിലായി. കള്ള ഒപ്പിട്ടതിന് പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരെല്ലാം ഇനിയിപ്പോൾ ഉത്തരം പറയേണ്ട സാഹചര്യമാണുള്ളത്.
ആ ഒപ്പ് തങ്ങളുടേതല്ല എന്ന് വിളിച്ചു പറഞ്ഞ 2 MLA-മാരെ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പാർട്ടിയിൽ നിന്നും ഈ MLA-മാരെ പുറത്താക്കിയ ഉടൻ തന്നെ പാർട്ടിയിലെ മറ്റ് 22 MLA-മാർ ഇന്നലെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. 22 പേർ എന്തായാലും പാർട്ടിയിൽ നിന്നും പുറത്തു പോകാൻ പോവുകയാണെന്നും ഇവരോടൊപ്പം കൂടുതൽ പേർ ചേരാൻ സാധ്യതയുണ്ടെന്നും ഇന്നലെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴിതാ ഈ പുറത്താക്കിയ 2 MLA-മാരെ നിരവധി തൃണമൂൽ കോൺഗ്രസ് MLA-മാർ സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയിലെ 50ഓളം MLA-മാർ പുറത്താക്കപ്പെട്ട MLA-മാരെ സന്ദർശിച്ച് ഇതുവരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 80 MLA-മാരിൽ 54 പേർ പുറത്തായാൽ അല്ലെങ്കിൽ പുറത്തു പോകാൻ തീരുമാനിച്ചാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് 2 MLA-മാരാണ്. അവരെ അയോഗ്യരാക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ 2 MLA-മാരും പാർട്ടിക്ക് പുറത്തുപോയി പുതിയൊരു പാർട്ടി ഉണ്ടാക്കുകയാണ് എങ്കിൽ മമതാ ബാനർജി കഷ്ടത്തിലാകും. ഇവർ BJP-യിലേക്ക് പോവുകയാണെങ്കിൽ BJP മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് ഉയരും. അവർ വേറൊരു പാർട്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മമതാ ബാനർജിക്ക് വീണ്ടും അതൊരു വലിയ തലവേദന സൃഷ്ടിക്കും. കാരണം തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി ഉണ്ടാക്കിയ പാർട്ടിയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നവും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരുമെല്ലാം ആ പാർട്ടി രണ്ടായി പിളർന്നാൽ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. കാരണം 2 MLA-മാരും പുറത്തുപോയി വേറെ പാർട്ടി രൂപീകരിച്ചാൽ ഒരു പാർട്ടിക്ക് ചിഹ്നം അവർ വേണമെന്ന്, ഞങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്നും പേരും ചിഹ്നവും ഞങ്ങൾക്ക് വേണം എന്നവർ അവകാശവാദം ഉന്നയിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയാണ്, വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയെയാണ് ഇപ്പോൾ മമതാ ബാനർജി നേരിടുന്നത്. തീർച്ചയായും ഇപ്പോൾ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ 2022-ൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായതിന് സമാനമാണ്. മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങളാണ് ആ സമയത്ത് ഉണ്ടായത് എന്ന് നമുക്കറിയാം. BJP വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ വിജയിക്കുന്നു. അതിനുശേഷം മഹാരാഷ്ട്രയിൽ 2 പ്രധാനപ്പെട്ട പാർട്ടികളുടെ പിളർപ്പുണ്ടാകുന്നു. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ശിവസേനയും ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന NCP-യുമാണ് അന്ന് മഹാരാഷ്ട്രയിൽ 2ആയി പിളർന്നത്. ഔദ്യോഗിക പക്ഷത്തിന് ഒപ്പം ഏതാനും ചില MLA-മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭൂരിഭാഗം പേരും വിമതപക്ഷത്തോടൊപ്പം പോയി. അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെക്ക് ശിവസേന എന്ന പാർട്ടിയുടെ പേരും പാർട്ടിയുടെ ചിഹ്നവും നഷ്ടമായി. അതുപോലെ തന്നെയാണ് NCP-ക്കും. NCP-ക്ക് NCP-യുടെ പേരും ചിഹ്നവും അവിടെ നഷ്ടമാകുന്നു. ഇങ്ങനെ സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ബംഗാളിലുള്ളത്. 80 സീറ്റുകളിലേക്ക് പാർട്ടി ഒതുങ്ങിപ്പോയെങ്കിലും അടുത്ത ഏതാനും ചില വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്താമെന്ന് മമതാ ബാനർജി മോഹിച്ചിരുന്നു. എന്നാൽ 2011-ൽ അധികാരം നഷ്ടപ്പെട്ട CPM-ന്റെ അതേ അവസ്ഥയിലേക്ക് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ചെല്ലുകയാണ്. തൃണമൂൽ കോൺഗ്രസ് 2ആയി പിളർന്നു എന്ന് മാത്രമല്ല, മമതാ ബാനർജിക്കും അതുപോലെ തന്നെ മരുമകൻ അഭിഷേക് ബാനർജിക്കും പാർട്ടിയിന്മേലുള്ള പിടുത്തം മുഴുവനായി അയയുകയാണ്. പാർട്ടി തങ്ങളുടേതല്ലാതായി മാറുകയാണ്. ചിഹ്നവും പാർട്ടിയുടെ പേരുമെല്ലാം വിട്ടുപോകും. അങ്ങനെയാകുമ്പോൾ മമതയ്ക്കും മരുമകനും പാർട്ടിയുടെ പടികളിറങ്ങാം എന്നത് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ശക്തിയെ അല്ലാതായി മാറിയിരിക്കുന്നു ബംഗാളിൽ. ഇനിയിപ്പോൾ വിമതന്മാർ അവർ യഥാർത്ഥ പ്രതിപക്ഷമായി തുടരുമോ, അതോ BJP-യിലേക്ക് പോകുമോ, അതോ പ്രത്യേക പാർട്ടി രൂപീകരിച്ചുകൊണ്ട് NDA-യിലേക്ക് പോകുമോ? ഇത്തരം സാധ്യതകളാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇവർ പ്രത്യേക പാർട്ടി രൂപീകരിച്ച് NDA-യിലേക്ക് പോയാലോ, അല്ലെങ്കിൽ ഈ MLA-മാരെല്ലാം നേരെ BJP-യിലേക്ക് പോയാലോ സംസ്ഥാനത്ത് പ്രതിപക്ഷമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. 10-15 MLA-മാരെ വച്ച് ചെറിയൊരു പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മമതാ ബാനർജി മാറുകയും ചെയ്യും. എന്തായാലും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടുകൂടി അവിടുത്തെ രാഷ്ട്രീയ വാർത്തകൾ ഏതാണ്ട് അവസാനിക്കുമെന്ന് കരുതിയതാണ്. പക്ഷേ വാർത്തകൾ തുടക്കമാകുന്നതേ ഉള്ളൂ. BJP-യുടെ ഓപ്പറേഷൻ താമര അതവിടെ കഴിഞ്ഞിട്ടില്ല, അത് തുടരുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെ അടിവേരറുക്കുന്നത് വരെ BJP-യുടെ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ ബംഗ്ലാദേശിൽ തുടരുമെന്നാണ് ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത്.